By night, on my bed I saw him whom my soul loveth. I sought him, but I found him not to I will rise now and go about the city in the streets, and in the broad ways I will seek him whom my soul loveth. I sought him, but I found him not through eyes. ഹലോ അലീന, നീ വളരെ കൂലങ്കഷമായി എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഇൻട്രസ്റ്റ് മെസ്സേജ് വന്നു. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ യുവർ പ്രൊഫൈൽ. ഇഫ് യു ആർ ഓൾസോ ഇൻട്രസ്റ്റഡ്, ആക്സെപ്റ്റ് യുവർ പ്രൊപ്പോസൽ. ദാറ്റ് മീൻസ് അതൊരു ഡേറ്റിംഗ് ആപ്പിലുള്ള നോട്ടിഫിക്കേഷൻ ആണോ? യെസ്, കണ്ടു നോക്ക്. ഓക്കെ, കൊള്ളാലോ. കാര്യമായിട്ട് നോക്കാൻ തുടങ്ങിയോ? കാര്യമായിട്ട് ആലോചിക്കായിരുന്നു. ഇങ്ങനെ നോക്കിയിട്ടേ ഇങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാ. കൊള്ളാം, കാണാൻ നല്ലതാ, ജോലിയൊക്കെ നല്ലതാ. ഇനി എന്തായാലും നിങ്ങൾ കുറച്ചിപ്പോ മിണ്ടി നോക്കുകയല്ലേ? ഡേറ്റ് ചെയ്താ കൊള്ളാന്നുണ്ടായിരുന്നു. കൊള്ളാല്ലേ? എപ്പോഴാ ആക്ച്വലി ഡേറ്റ് ചെയ്ത് തുടങ്ങണ്ടേ? നമുക്ക് അലീനയോട് ചോദിക്കാം. അലീന, നീ എപ്പോഴാ കൂലങ്കഷമായിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്? ഇന്നിപ്പോ പ്രൊഫൈല് കണ്ടല്ലോ, അപ്പൊ ഇനി പതുക്കെ പേരൻസ് ഒന്ന് വിളിച്ചു നോക്കും, അങ്ങനെയൊക്കെ. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെ പറയുമ്പോഴത്തേനും നമ്മൾ ഈ കുറെ യൂത്തിനെ കാണുന്നുണ്ടല്ലോ, ഇത് വളരെ പരമ്പരാഗതമായ രീതിയാന്നൊക്കെ. നീ ഔട്ട്ഡേറ്റഡ് ആണെന്നല്ല. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ പറയും തന്ത വൈബ്, തള്ള വൈബ്. എന്നോട് അപ്പോഴേ പറയുന്ന സിസ്റ്ററിന്റെ തള്ള വൈബ്. ഓക്കെ, അത് ഒരു അല്ലെ, പഴയ സമയത്ത്, പഴയതെന്നൊന്നും പറയുന്നില്ല, കുറച്ച് അല്ലെങ്കിൽ ഇപ്പോഴും കുറെ വീടുകളിലൊക്കെ അങ്ങനെ തന്നെ. നമ്മളൊരു പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു, ഇപ്പം എന്റെ സമയത്തൊക്കെ ചാവറ മാട്രിമണി ആയിരുന്നു. ഓക്കെ, അപ്പോ അതുകൊണ്ട് നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്നു, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നു. അപ്പൊ അതിലിങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജോലി, നമ്മുടെ ഇൻകം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ പറ്റുന്നു. സോ ദാറ്റ് നമ്മൾ അന്വേഷിക്കുന്ന ഒരു നല്ല പയ്യന്റെ പ്രൊഫൈൽ കണ്ട് അവർക്കും നോക്കിയിട്ട് ഏകദേശം വലിയ തട്ടുകേടില്ലാന്ന് തോന്നുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ദിവസമൊക്കെ ഫിക്സ് ചെയ്ത് ഇവര് കാണാൻ വരുന്നു അല്ലെ. നമ്മളിങ്ങനെ ആഘോഷമായി ചായയൊക്കെ കൊടുത്ത്, അമ്മയാണ് എന്റെ ചായ എനിക്കത് പറ്റും തോന്നില്ല. ഓക്കെ, അപ്പൊ അതാ കാലം. ഓക്കെ, അപ്പൊ എനിക്കിപ്പം ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഇനി ഇങ്ങനത്തെ ഒരു ഇപ്പോഴത്തെ മക്കള്, ഓക്കെ, വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഇപ്പം അലീന പറഞ്ഞത് ഒരു ഭയങ്കര കാര്യമാണ്. അലീന ഒന്ന് പറഞ്ഞു, ഇപ്പം ഇറ്റ്സ് ലൈക്ക് അതൊന്നും പറ്റില്ല. ദെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു എക്സ്പെക്ടിങ് ഔട്ട് ഓഫ് എ ഡേറ്റിംഗ്? എന്തായാലും ഒന്ന് അറിയണം ആളെങ്ങനെയായിരിക്കും എന്നുള്ളത്. മീറ്റ് ചെയ്യണം, ഡെഫിനറ്റ്ലി മീറ്റ് ചെയ്യണം, ഒരുപാട് സംസാരിക്കണം. എങ്ങനെ 10 മിനിറ്റിൽ പാരന്റ്സിന്റെ അടുത്ത് കണ്ടുപിടിച്ചിട്ട് ഒരാളെ പറ്റി നമുക്ക് ഒരു ലൈഫ് ലോങ് ജീവിക്കാനുള്ള ഒരാളാണ് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. എങ്ങനെ ഒരു സ്പാർക്ക് വരിക? സ്പാർക്കൊക്കെ കാണാം അല്ലേ? നമ്മുടെ എന്തോ ഒരു സിനിമയിൽ എന്താ അടിവയറ്റില് മഞ്ഞ് പെയ്യുന്ന ഫീലിംഗ് അല്ലെ, ബട്ടർഫ്ലൈസ്. ഓക്കെ സർ, നിന്റെ ഒക്കെ ഒരു കാഴ്ചപ്പാട് എന്താണ് ഇതിനെ കുറിച്ചിട്ട്? ഡേറ്റിങ്ങിന് ഇറ്റ്സെൽഫ് ഒരു നല്ല കാര്യമാണ്, പക്ഷെ അത് സമയത്തിന്റെ ഒരു സമയമാകുന്നതിന് മുൻപേ ഇത് അതായത് ഒരു വചനം ഉണ്ടല്ലോ, പ്രായമാകുന്നതിന് മുമ്പേ, വയസ്സാകുന്നതിന് മുമ്പേ പ്രണയത്തെ ഇളക്കി വിടരുതേ എന്ന് പറഞ്ഞ പോലെ അല്ലെ. കുറെ പിള്ളേർ ഈ അടുത്ത് റിട്രീറ്റിനൊക്കെ പോയി, ചെറിയ പിള്ളേരുടെ ധ്യാനങ്ങൾക്കൊക്കെ നമ്മൾ പോകുമ്പം നല്ല രസമാണ്. അപ്പം ഞാൻ ഓർക്കായിരുന്നു, ആ കൊച്ച് അവളോട് അവളിങ്ങനെ കാത്തിരിക്കുകയാണ് അവളുടെ ഫസ്റ്റ് ലവിനും ഫസ്റ്റ് കിസ്സിനും വേണ്ടിയിട്ട്. ഓക്കെ, അവൾ 6ാം ക്ലാസ്സിൽ എന്തോ തോന്നുന്നു. അപ്പൊ അവളിങ്ങനെ ഈ നമ്മൾ കുറെ പരസ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മളെ സിനിമകളിലും അല്ലെങ്കിൽ കാണുന്ന സീരീസിലും ഒക്കെ കണ്ടിട്ട് അവളിങ്ങനെ കാത്തിരിക്കുവാണ് അവളുടെ ആൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ പ്രായം എത്രയാന്ന് ചോദിച്ചാൽ 6ാം ക്ലാസ്സിൽ. അത് ഒന്നൊരു സീനേ അല്ല. ഇപ്പോഴത്തെ പിള്ളേര് അല്ലെ 3ാം ക്ലാസ്സിൽ. നമുക്കൊരു സാന്ദ്ര 3ാം ക്ലാസ്സിൽ എന്തോ പഠിപ്പിച്ച അല്ലേ? ഞാനൊരു ദിവസം കാറ്റഗിസം സ്കൂളില് പഠിപ്പിക്കുമ്പോ ഒരു ദിവസം യാദർശ്യമായി 3ാം ക്ലാസ്സിൽ പോകേണ്ടതുണ്ടായി. അന്നേരം നമ്മളൊരു ടീച്ചർ കുട്ടികൾ എന്നേക്കാളും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിരിക്കും, അവരെ കൊഞ്ചിച്ച് അങ്ങനെയാണ്. അപ്പം ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചിക്ക് ഒരു കാര്യം അറിയോ, അവനും അവളും തമ്മിൽ എന്തുണ്ട്? കാരണം 3ാം ക്ലാസ്സിലെ പിള്ളേരാണ്. അപ്പൊ ഇവരത്രയും ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്തുണ്ട്, അവര് തമ്മിലേ
പ്രേമം എന്തോ സാധനമുണ്ട്. ബസ്സിൽ നിന്നൊക്കെ അവർ ഒരുമിച്ചാ ഇരിക്കുന്നേ. മീൻസ് അത്രയും ചെറിയ കാര്യം വരെ അവര് നോട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് പോയി കുറച്ച് കഴിഞ്ഞപ്പം വീണ്ടും എന്നിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറയാം, ചേച്ചി ബാക്കി അത് അടുത്ത ഞായറാഴ്ച പറയാം. അടുത്ത എപ്പിസോഡ് ഉണ്ടല്ലേ, മെഗാ സീരിയലാണ്. ഇതൊക്കെ ഒരു ചെറിയ കാലത്തിലല്ലേ, ചെറിയ പിള്ളേരിലെ ഈ സാധനമൊക്കെ ഇപ്പോഴേ ഫീഡായി. എനിക്ക് തോന്നുന്ന ലോകം ഇപ്പൊ കൊടുക്കുന്ന ഒരു, നമ്മുടെ അലീന ഷീസ് ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് ഹർ പാർട്ട്ണർ ഇൻ ദ റൈറ്റ് ടൈം. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പം നമുക്ക് ലോകത്തുനിന്ന് കിട്ടുന്ന സിനിമയാണെങ്കിലും ഏത് ആഡാണെങ്കിലും ഞാനിങ്ങനെ ചിലപ്പം പിള്ളേരോട് ഇങ്ങനെ പറയും, ഒരാള് പേസ്റ്റ് വെച്ച് പല്ല് തേക്കുന്നത് പോലും പല്ല് തേച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പത്തേന് ആ ഡോറങ്ങ് തുറന്നു വരുന്ന ചെറുക്കൻ ഉമ്മ വെക്കാൻ പല്ല് തേക്കുന്നതെന്ന് വരെ ഡൗട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോഴത്തേനും ആ പെർഫ്യൂം യൂസ് ചെയ്യുമ്പോഴത്തേനും കയറി വരുന്ന ചെറുക്കൻ അങ്ങ് കറങ്ങി അവിടെ വീണ്, ബട്ടർഫ്ലൈ അല്ല അവിടെ ഫയർ വർക്ക്സ് ആണ് കംപ്ലീറ്റ്. ഒന്നെങ്കിൽ അങ്ങനെ അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കിടക്കയുടെ എന്ത് പരസ്യമാണെങ്കിലും അതൊക്കെ സംവർ റിലേറ്റഡ് ടു ഒരു റിലേഷൻഷിപ്പ്. അതിന്റെ അപ്പുറത്തേക്ക് അതിലൊക്കെ ഒരു സെക്ഷുവൽ എലമെന്റ്, ഒരു കണ്ടന്റ്. അതായത് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പോലും ഒത്തിരി സെക്ഷുവലൈസ് ചെയ്ത് കാണിക്കുന്നു. അപ്പം ഈവൻ എനിക്ക് തോന്നുന്നത് പണ്ടൊന്നും നമ്മൾ ഒരിക്കലും ഒരു ആങ്കൊച്ചും പെങ്കൊച്ചും ഇപ്പൊ അടുത്തിരുന്നു കളിച്ചു എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്തയില്ല. പക്ഷെ ഇപ്പൊ ആ ഒരു നിഷ്കളങ്കതയൊക്കെ ഒത്തിരി ഒത്തിരി മാറിപ്പോയി. അങ്ങനെ വരുമ്പോഴത്തേനും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും എല്ലാ കൊച്ചു പിള്ളേര് തന്നെ അത് പറയുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് ഈ വചനത്തിൽ പറയുന്ന പോലെ ആ പ്രായമാവുന്നതിന് മുമ്പേ അതിനെ ഇളക്കി വിടുന്ന രീതിയിൽ ലോകം ഇപ്പൊ ഒത്തിരി മാറി. അതിന്റെ കുറെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് കേട്ടോ, അല്ലെ? അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ലൈക്ക് ഇതൊരു പോസിറ്റീവ് വൈബാണോ കൊടുക്കുന്നത് നമ്മുടെ സൊസൈറ്റിക്ക്? അല്ലെങ്കിൽ സൊസൈറ്റി ഇങ്ങനെ, അല്ലെങ്കിൽ വേൾഡിൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും ഓരോ ഇൻഡിവിജ്വലിനും അതൊരു ഒരു ഒരു നല്ലൊരു കാര്യമായിട്ടാണോ തോന്നുന്നത്? ലൈക്ക് ഓരോ വ്യക്തിയുടെ അനുഭവങ്ങൾ എടുക്കുമ്പോൾ ഞാൻ കൂടുതൽ കേട്ടതിലും പ്രത്യേകിച്ച് ആ പ്രായമാവുന്നതിന് മുമ്പ് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ പോയതിലൊക്കെ എന്തെങ്കിലും ഒരു സ്ഥലത്ത് തട്ടി വീണ മക്കളെയാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതിൽ വളരെ കുറച്ചാണ് കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ സമയത്ത് അന്വേഷിക്കുന്നത്. അതും ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് റോസിന്റെ കൂടെയുള്ളവരോ, അല്ലെങ്കിൽ ലൈക്ക് എനിവൺ ഹു നോ ദാറ്റ് യു ഒരു സമയമാവുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള അവസാനം ആൾക്ക് തന്നെ ഒരു പണി കിട്ടിയ അവസ്ഥയൊക്കെ തേച്ചിട്ട് പോയി എന്നൊക്കെ പറയുന്ന അല്ലേ? അതെ അതെ, അത് ഭയങ്കരമായിട്ട്. അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഫാമിലി ഇഷ്യൂസ് കാരണമാണ് ഓൾവേസ് നമ്മൾ, എനിക്ക് ഫാമിലിയിൽ ഒരു സ്നേഹം കിട്ടാത്തതോ എവിടെയോ ദർ ഇസ് ഒരു ഫുൾഫിൽമെന്റ് ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് പലരും ഈ അതെ പ്രേമം അതിലോട്ടൊക്കെ മേ ബി അവർക്ക് ഹാപ്പിനെസ് അവിടെ നിന്ന് കണ്ടെത്താം എന്നുള്ള ഒരു ചിന്ത വന്നതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ബട്ട് അത് ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് വെൽ. അവരെ ഭയങ്കരമായിട്ട് ബാധിച്ചു, അവരുടെ സ്റ്റഡീസിനെ ബാധിച്ചു. അപ്പൊ അവരുടെ ആ ഒരു എനർജി ഇവിടെ യൂസ് ചെയ്യുന്നതിന് പകരം, മീൻസ് നമ്മുടെ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങോട്ട് പോയതുകൊണ്ട് ആക്ച്വലി അത് അത്ര നന്നായി പോയില്ല. പഠിക്കേണ്ട സമയത്തിന് പകരം നമ്മൾ നമ്മുടെ എനർജി, നമ്മുടെ ശ്രദ്ധ എല്ലാം മറ്റു കാര്യങ്ങളോട് ഡിസ്ട്രാക്റ്റഡ് ആയി പോയി അവരെ സ്ലോലി അവരുടെ പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുന്നതായിട്ടാ കാണുന്നത് സ്കൂളിലൊക്കെ. അതെ, ഞാനിങ്ങനെ ഓർക്കായിരുന്നു. ശരിക്കും ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇതിന്റെ ഒരു റൂട്ട് കിടക്കുന്ന മോസ്റ്റ് പ്രോബബ്ലി എവ്രി വൺ വിഷ് ടു ബി ലവ്ഡ്, അല്ലെങ്കിൽ അവരെ കേൾക്കാനും അവരെ സ്നേഹിക്കാനും. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളുടെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ അവർ വീട്ടിൽ വരുമ്പോൾ അവരെ സ്നേഹിക്കാനും അവരെ കേൾക്കാനും ഒക്കെ അമ്മയും അപ്പനും ഒക്കെ ഉണ്ടാവാന്നുള്ള ഇപ്പോഴത്തെ നമ്മുടെ രീതികളൊക്കെ ഒത്തിരി മാറി. അപ്പം അവരെ ആരും കേൾക്കാനില്ല. അപ്പം നമുക്ക് പിന്നെ ആകെ ആശ്രയമുള്ളത് ഒന്നെങ്കിൽ മൊബൈൽ എടുക്കുന്നു, വാട്സാപ്പില് ഞാൻ പല കാര്യങ്ങളും ഓർക്കുന്നുണ്ട്. ഒട്ടും നമ്മൾ വിചാരിക്കാത്ത ഓരോ എന്താ പറയുന്നത്, ഇന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ ഫാൻസ് ഗ്രൂപ്പിൽ നിന്ന് ഒരു അഫയർ ഒക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഓരോ കേസുകളൊക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ ഓർക്കായിരുന്നു, ആ കൊച്ചെനിക്ക് വീട്ടിൽ അവൾക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ലൈക്ക് അവളുടെ പപ്പ ഇങ്ങനെ കുടിക്കുന്ന സ്വഭാവമുള്ള ഒരാളാണ്. അമ്മയും അവക്ക് ഒരു ചേച്ചിയും അനീത്തിയും ഉള്ളത്. പിന്നെ മിഡിൽ ചൈൽഡാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള അറ്റൻഷൻ കുറച്ച് കുറഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു സ്നേഹത്തിന്റെ കുറവ് വരുന്നു. അപ്പം എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോൾ, പ്രത്യേകിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ അപ്പന്റെ പൊസിഷനിൽ ആരും ഇല്ലെങ്കിൽ സംവർ ലൈക്ക് ഒരു ഫാദർ ഫിഗറോ അല്ലെങ്കിൽ ഒരു ബ്രദറോ അല്ലെങ്കിൽ ഒരു ആണിന്റെ ഒരു എഫെക്ഷനോ ആ ഒരു കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അവള് ചിലപ്പം അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിയുമ്പം അവൾ അറിയാതെ ചിലപ്പോൾ അതിനകത്തോട്ട് വീഴാം. അപ്പൊ ഈ കൊച്ചിനെ ഞാനിങ്ങനെ കാണുമ്പോൾ അവൾ 9th സ്റ്റാൻഡേർഡിലാണ്. അപ്പം എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്
ചോദിച്ചു കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ ഈ റിട്രീറ്റിന് ഇവളും വന്നിട്ടുണ്ട്, ഇവളുടെ ബോയ് ഫ്രണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടുപേരും റിട്രീറ്റിന്റെ ഇടയ്ക്കും കണ്ണും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ്, അതായത് അതിൽ പോലും ഇങ്ങനെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ട് വന്ന പോലെ. അത് കഴിഞ്ഞ് അപ്പം ഷീ വാസ് നോട്ട് റെഡി ടു ഗിവ് അപ്പ്. അല്ലെങ്കിൽ അവള് പറഞ്ഞ അവൾക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് എൻ്റെ സ്റ്റഡീസും എനിക്ക് എൻ്റെ റിലേഷൻഷിപ്പും എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇങ്ങനെ കാണിച്ച് അവള് സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യമായിരുന്നു പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇവള് ഡിനൈ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കത് കൺവിൻസ്ഡ് ആവണില്ല. ബിക്കോസ് ഐ വാസ് ഗെറ്റിംഗ് അത് അങ്ങനെ എന്തോ ഉണ്ട് എന്നുള്ളത് തന്നെ തോന്നിക്കൊണ്ടിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വെറുതെ ഇവളുടെ കയ്യിലേക്ക് ഒന്ന് നോക്കി. സോ ദർ ഐ കുഡ് സീ കപ്പിൾ ഓഫ് സ്കാർസ്, ലൈക്ക് നമ്മള് ഒരു സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്ത പോലത്തെ ഒരു സംഭവം. അപ്പൊ ഞാനിങ്ങനെ പതുക്കെ ചോദിച്ചു, അപ്പൊ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഷീ വാസ് ലൈക്ക് ഇങ്ങനെ പിടിക്കപ്പെട്ട പോലത്തെ ഒരു അവസ്ഥ. അപ്പം അവളിങ്ങനെ പറഞ്ഞു, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ആകെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ആ കുഞ്ഞിന്റെ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥയിൽ ഒരു ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമല്ല. അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, അതുകൊണ്ട് അവൾ ഇതിനകത്ത് വീണു. അവൾക്ക് പറഞ്ഞു കൊടുക്കാനേ എനിക്ക് പറ്റിയുള്ളൂ. പക്ഷെ the sad part is that I saw her going back after a retreat without any conversion. അതായത് അത് അവള് കേട്ടെങ്കിലും കുഞ്ഞിനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ മക്കളെ ഒന്നും കുറെയൊക്കെ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അത്ര ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷെ എനിക്കന്ന് അങ്ങനെ പറ്റിയില്ലായിരുന്നു. അപ്പം ഞാൻ ഇവള് തിരിച്ചു പോകുമ്പോഴും നമുക്കറിയാം അല്ലെ, നമുക്ക് ആൾക്കാർ വരുമ്പോഴുള്ള മുഖഭാവവും തിരിച്ചു പോകുമ്പോഴുള്ളതും ഒരു മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ എല്ലാ രീതിയിലും നമുക്കത് ഫീൽ ചെയ്യും. പക്ഷെ ആ മോള് തിരിച്ചു പോയത് ഒരു മാറ്റം സംഭവിച്ചിട്ടല്ല. അതെനിക്ക് കുറേം കൂടെ വിഷമാക്കി. കാരണം അവള് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഇനി. അപ്പൊ നമുക്ക് ചോദിക്കാം, എന്നാ പിന്നെ ലൈഫില് ഒരു സൈക്കോളജിക്കൽ നീഡാണ് ഒരു കൊച്ചിന് അപ്പന്റെയും അമ്മയുടെ ഒക്കെ സ്നേഹം, അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ സ്നേഹം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പം വീട്ടില് അപ്പൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ, സിംഗിൾ ചൈൽഡാണ്, അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഇഫ് ദർ ഇസ് നോ വൺ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ലവ്, അവിടെയാണ് നമ്മുടെ ഈശോ വരുന്നത്. ഹീസ് ദ രക്ഷകൻ. ഓക്കെ, ബിക്കോസ് ഈശോ പറയുന്നത് അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈക്കൊള്ളും. സങ്കീർത്തനം 27:10. അതുപോലെ മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കും, പക്ഷെ അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ഈ ശരിക്കും നോക്കുകയാണെങ്കിൽ ദൈവം ഓരോ ഡിപ്പുകളും അല്ലെങ്കിൽ ഓരോ കേർവ്സും നമുക്ക് ചില വേദനകളൊക്കെ തരുമ്പോൾ, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പിലുള്ള കാര്യങ്ങളായിട്ടാണല്ലോ നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഇനിയിപ്പോ അതില് വീണിട്ടുള്ളവരോ ഇനി ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ളവർക്ക് പോലും അവരെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ട്. ആ ഈശോയ്ക്ക് തന്നെ ഡെഫിനറ്റ്ലി ആ സ്നേഹം നമ്മളിൽ ഫുൾഫിൽ ചെയ്ത് തന്ന് നമ്മളെ ബൂസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ എല്ലാം മീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയൽ സിറ്റുവേഷനിലൊന്നും ഒരു കുട്ടിയും ഒരിക്കലും ജീവിക്കാനല്ലോ. ഒരു അപ്പനമ്മ എത്ര പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയാലും ദേ കനോട്ട് മേക്ക് ഷുവർ, ലൈക്ക് അത് വിചാരിച്ചപ്പോ അപ്പനമ്മയ്ക്ക് ജോലിക്ക് പോകാതെ വീട്ടിൽ ഫുൾ ടൈം കൊച്ചിനെ നോക്കിയിരിക്കാനും പറ്റത്തില്ല. എല്ലാവർക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിലൊക്കെ പാരന്റ്സ് കുറച്ചുകൂടെ മക്കളെ ശ്രദ്ധിക്കണം അല്ലെ. അതിനെ കുറിച്ചൊക്കെ എന്താ തോന്നുന്നത്? എസ്തറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ലൈക്ക് വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? ലൈക്ക് അല്ല, പാരന്റ്സ് കുറച്ചുകൂടി ഇൻവോൾവ് ആവണം എല്ലാ മക്കളുടെ കാര്യത്തിലും. അവരുടെ റിലേഷൻഷിപ്സ്, അവർ പോകുന്നത്, അവർ ആരായിട്ടാണ് ഇടപഴകുന്നത്, എല്ലാം പാരന്റ്സിന്റെ ഒരു കണ്ണ് അത് എപ്പോഴും ഒരു ദൈവികമായ ഒരു കണ്ണ് തന്നെ ആയിരിക്കും. മീൻസ് അതിലൊരു വിവേകം ദൈവം തന്നെ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ടാവും. ചിലത് തെറ്റാന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ കൊച്ചിന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിലെവിടെ ഒരു നന്മ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം ഞാൻ ഏത് സിനിമ കണ്ടെന്ന് ഓർക്കുന്നില്ല, പക്ഷെ ആ സിനിമയിൽ ഞാനിങ്ങനെ കാണുന്നുണ്ട്, ഈ പെൺകുട്ടി കോളേജിൽ പോകാൻ പോകുന്നു, ഒരു ഹോളിവുഡ് മൂവിയാണ്. അപ്പം ഇവളെ ഒരു പയ്യൻ ഡേറ്റ് ചെയ്യാൻ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ആ പയ്യൻ അത്ര ഇവരുടെ ഫാമിലി സ്റ്റേറ്റസ് അത്ര ഇതല്ല, ഇവരുടെ അത്ര ഇല്ല. അപ്പൊ ഇവനിങ്ങനെ നല്ല കോട്ടൊക്കെ ഇട്ട് ഇവളെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് കൂട്ടാൻ വരുന്നു. അപ്പൊ ഇങ്ങനെ ഈ അപ്പൻ വിട്ടു, ഓക്കെ, ബട്ട് ദ വേ ഹൗ അപ്പൻ വാസ് ലുക്കിംഗ് അറ്റ് ഹിം, ലൈക്ക് ഇങ്ങനെ ഇവള് അതായത് എനിക്ക് തോന്നുന്നു എസ്തർ പറഞ്ഞ പോലെ ഞാൻ എന്റെ മോളെ ഇങ്ങനെ വളർത്തുന്നപ്പം വിൽ ഹി ട്രീറ്റ് ഹെർ ലൈക്ക് എ ക്വീൻ, അല്ലെങ്കിൽ എന്റെ മോളെ അവൻ നന്നായിട്ട് നോക്കുവോ? അല്ലെങ്കിൽ അതൊക്കെയാണ് ഒരു ഐഡിയൽ അപ്പനിൽ നിന്ന് നമ്മൾ അല്ലെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ നോക്കുക, ഈ ചെറുക്കനും പെണ്ണിന്റെയും കാറ് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന ഇച്ചിരി ദൂരെ, അപ്പൊ വീട്ടിൽ നിന്ന് ഇത്തിരി ദൂരമുണ്ട്. അപ്പൊ ഇവരെന്റെ നടന്നു പോകുമ്പോ അപ്പനും അമ്മ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കണ്ട് ഇവരെങ്ങനെയാണ് നടക്കണം എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആ കാറിന്റെ ഡോർ ഇവൻ ഭയങ്കര ജെന്റിൽമാൻ ആയിട്ട് ഇവൾക്ക് തുറന്നു കൊടുക്കുന്നു.
അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ആ തുറന്നു കൊടുക്കുന്ന ആ ഗ്യാപ്പിലറ്റോ ഇവനിങ്ങനെ ഇവള് ഡേറ്റിങ്ങിനാണല്ലോ പോണേ. സോ ഒബ്വിയസ്ലി നന്നായിട്ട് ഡ്രസ് ചെയ്ത് നല്ല രസമായിട്ട് അട്രാക്റ്റീവായിട്ട് ഷീ ഹാവ് ഡ്രസ്ഡ് അപ്പ്. അപ്പം ഇവനും അവന്റെ ഏറ്റവും ജെന്റിൽനെസ് കാണിക്കാനായിട്ട് നോക്കുന്നു. അപ്പൊ ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവളുടെ ഭയങ്കരമായ സൗന്ദര്യം കണ്ടപ്പോ ഹീ ഫെൽറ്റ് ലൈക്ക് അവളെ ഒന്ന് ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ഉമ്മ കൊടുക്കാനായിട്ട് പോന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് റിയലൈസ് ചെയ്യുവാണ്, ഇവര് കാണുകയാണ്, അതായത് ആ ജനലിന്റെ അവിടെ നിന്ന് അപ്പൻ നോക്കുന്നു. ഉടനടി എല്ലാം സെറ്റിലായി. കൊച്ചു പെട്ടെന്ന് കാറിൽ കയറുന്നു, ചെറുക്കൻ പെട്ടെന്ന് ഡ്രൈവർ സീറ്റിൽ പോകുന്നു, കാർ ഓടിച്ചുകൊണ്ട് പോകുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഒരു സൈഡിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പറയാം, ഓ എന്തൊരു അപ്പനമ്മയാണ്, അവരെ വെറുതെ വിട്ടുകൂടെ എന്ന് തോന്നുകയാണെങ്കിലും ഇൻ എ വേ ദേ ആർ ഹെൽപ്പിംഗ് ദെയർ ഡോട്ടർ, അല്ലെങ്കിൽ ഒരു ചാസ്റ്റിറ്റീന്റെ ഒരു വാള്, അല്ലെങ്കിൽ ആ ഒരു തന്റെ മകള് അൺടിൽ ഷീ ഈസ് ഗെറ്റിംഗ് മാരീഡ് അവളുടെ വിശുദ്ധീനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അവളുടെ എല്ലാ രീതിയിലും അവളുടെ ബെസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന് വേണം തന്റെ മകൾക്ക് കൊടുക്കാൻ എന്നുള്ള ഒരു ചിന്ത അപ്പനമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഐ വാസ് ഗോയിങ് ത്രൂ ദിസ് ബുക്ക്. ഓക്കെ, ഇത് ജെയ്സൺ എവേർട്ട് എന്ന് പറഞ്ഞ ആൾ എഴുതിയതാണ്. ഇഫ് യു റിയലി ലവ്ഡ് മീ, ഇറ്റ് ഇസ് ബേസിക്കലി ഒരു ഡേറ്റിംഗ്, റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ സെക്ഷുവൽ പ്യൂരിറ്റീനെ ഒക്കെ കുറിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഓക്കെ, ഫ്രഞ്ച് കിസ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന വളരെ ജെന്യുവൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഐ എം നോട്ട് ജോക്കിംഗ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മക്കളുടെ ഡൗട്ട്. എന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വെറൈറ്റി ക്വസ്റ്റ്യൻസ് അല്ലേ വരുന്നത്. അപ്പൊ ഇതില് എന്നിട്ട് ജെയ്സൺ എവേർട്ട് എഴുതിയേക്കുവാണ്, അതായത് ഇപ്പം ഒരു റിലേഷൻഷിപ്പിലാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പ്രാവശ്യം കണ്ടു, ഇഷ്ടപ്പെട്ടു, ദേ ആർ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ മോർ ആൻഡ് മോർ. അപ്പൊ കുറച്ചും കൂടെ ഇന്റിമസി അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫിസിക്കൽ ഇന്റിമസി വരാനുള്ള കാരണം ഒരു ലവ് ഇസ് ഓൾവേസ് ഒരു യൂണിയനിലേക്കാണ് നമ്മളെ ലീഡ് ചെയ്യുക. ഓക്കെ, അപ്പോ ഇങ്ങനെ പറയാണ്, അതായത് ഇപ്പൊ ഈ പയ്യൻ ഇങ്ങനെ ഒരു ചെറുക്കൻ ഇതിനകത്ത് ചോദിച്ചേക്കുവാണ്, എനിക്ക് ഇങ്ങനെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ പുള്ളി പറയുവാണ്, ഇമാജിൻ ദാറ്റ് ഇഫ് യു വിഷ് ദ വെൽബീങ് ഓഫ് യുവർ സ്പൗസ് ദാറ്റ് ഹൂം യു ആർ ഗോയിങ് ടു ഗെറ്റ് മാരിഡ്, ആ മുറിയിൽ അവളുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് ചെയ്യുമായിരുന്നു എന്ന് ചിന്തിക്കാൻ. ഓക്കെ, മേ ബി അപ്പയും അമ്മയും ഉണ്ടെങ്കിൽ ചിലപ്പം അവൻ അങ്ങനെ ഒന്നും ചോദിച്ചെന്ന് വരില്ല. രണ്ടുപേരും കസാരയിൽ നന്നായിട്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് കൂളായിട്ട് പോയേനെ. ഓക്കെ, ദാറ്റ് ഡസന്റ് മീൻ എപ്പോഴും അപ്പനും അമ്മയും ഉണ്ടാവണം എന്നല്ല, പക്ഷെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് ഒബ്വിയസ്ലി. അപ്പൊ ഞാൻ ആ സിനിമയുടെ ആയിട്ടൊന്ന് റിലേറ്റീവ് ആയിരുന്നു. അതായത് അവിടെ അപ്പനമ്മയും അടുത്തൊന്നും അല്ലായിരുന്നു, പക്ഷെ അവരുടെ മോൾക്ക് വേണ്ടിയുള്ള കരുതലും അവരുടെ ഒരു കണ്ണും സംവേ ഇറ്റ് വാസ് പ്രൊട്ടക്ടിങ് ഹർ. അത് തീർച്ചയായിട്ടും അവളുടെ അപ്പനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തിരിച്ചു വന്നു കഴിയുമ്പോഴും അവളും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പനമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. കാരണം കല്യാണം ഇസ് നോട്ട് അറ്റ് ഓൾ ഒരു ചെറുക്കനും പെണ്ണ് മാത്രം അങ്ങ് ഒരു ഐലൻഡിൽ പോയി ജീവിക്കുന്ന കാര്യമൊന്നും അല്ലല്ലോ, അത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈ ഡേറ്റിംഗ് പ്ലേസിനെ പറ്റി പറഞ്ഞപ്പം നമുക്കൊരു കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കോ എന്നുള്ള രീതിയിലാണ്. ഇപ്പം നമ്മുടെ മൂവീസിലാണെങ്കിലും ബുക്സിലാണെങ്കിലും ഒക്കെ വായിക്കുമ്പം രണ്ടുപേരും മാത്രമുള്ള ഒരു ലോകത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് പറഞ്ഞപ്പോ ആലോചിച്ചതാണ്, നമുക്കൊരു എൽഡേഴ്സിന്റെ സപ്പോർട്ടോ നമുക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡൗട്ട്സിനെ പറ്റി ക്ലിയർ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാവില്ലേ. പ്രത്യേകിച്ച് ഇപ്പം നമ്മളെ ഒറ്റയ്ക്കായിരിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, ഇന്റിമസി പെട്ടെന്ന് കത്തിക്കയറാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒറ്റയ്ക്കായിരിക്കാതിരിക്കുക, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസസ് ചൂസ് ചെയ്യുക സംസാരിക്കാനും കാണാനും ഒക്കെ, അല്ലെങ്കിൽ ലേറ്റ് ഇൻ ടു ദ നൈറ്റ് ദ മോസ്റ്റ് എന്താ പറയാ ഏറ്റവും സൈലൻസിന്റെ മൊമെന്റ്സിലോട്ട് പോകാതിരിക്കുക എന്ന് പറയുന്ന കുറെ ടിപ്സ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും? എനിക്ക് ഇങ്ങനെ അലീന പറഞ്ഞു കേട്ടപ്പോ തോന്നിയൊരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലാണ് ജീവിക്കാൻ പോകുന്നത്. അതുപോലെ ഇപ്പൊ നമ്മൾ ഒരാളാ വ്യക്തിനെ കാണുന്നത് മാത്രമല്ല, അതേഴ്സ് ക്യാൻ ഓൾസോ സീ ഹിം ഫോർ അസ്, ലൈക്ക് ഇത് ഇവക്ക് പറ്റുന്ന ആളാണോ എന്നൊക്കെ. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ ചേച്ചീനൊക്കെ പെണ്ണ് കാണാൻ വരുമ്പോഴത്തേനും ഞാനും ചേട്ടനൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കുന്നു, ചേട്ടൻ എന്താണ് ചെയ്യുന്നത്, ചേട്ടന്റെ കഴുത്തിൽ കൊന്തയുണ്ടോ, അപ്പം ചേട്ടൻ എങ്ങനെയാ സംസാരിക്കുന്നത്, ചേട്ടൻ ചേച്ചിയോട് നല്ല രീതിയിലാണോ പെരുമാറുന്നത്, നമ്മുടെ ഒരു നാട്ടു നടപ്പ് പോലെയൊക്കെ അനുസരിച്ചിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് വൺ മീറ്റിംഗ്. അത് കഴിയുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നു, അവരുടെ സാഹചര്യങ്ങൾ നോക്കണു, അല്ലെങ്കിൽ ആ പുള്ളി വർക്ക് ചെയ്യുന്ന ഏരിയ അവിടെ ഉള്ളിടത്തൊക്കെ അവനെ കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അന്വേഷിക്കുന്നു. അപ്പൊ അതുപോലെ ഞാനിങ്ങനെ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓർത്തൊരു കാര്യമാണ്. അപ്പൊ എൻ്റെ ഒരു ജീസസ് യൂത്ത് ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ അവളുടെ കല്യാണം വന്നു കഴിഞ്ഞപ്പം കല്യാണം ഉറപ്പിച്ചു, അവളുടെ ഫാമിലികൾ തമ്മിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ആ പയ്യനപ്പം അന്നേരം ട്രിവാൻഡ്രത്തുണ്ട്. സോ വാട്ട് ഷീ ഡിഡ് ഇസ് ദാറ്റ് ഷീ ഇൻവൈറ്റഡ് ഹിം ഫോർ ദ പ്രയർ ഗ്രൂപ്പ്. ഓക്കെ, ഇത് ഇത്തിരി
കൂടിയ കേസാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാനൊരു ജീസസ് യൂത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞതേ ഉള്ളൂ. പ്രയർ ഗ്രൂപ്പോ എന്തോ ഒരു ഞങ്ങൾ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തുള്ള എന്തോ ഒരു ഗ്യാതറിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അവള് എന്തോ ക്രിസ്മസ് സെലിബ്രേഷൻ എന്തോ ആയിരുന്നു. സോ ഷീ ഇൻവൈറ്റഡ് ഹിം. ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നത് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞായിരുന്നു. പക്ഷെ ദാറ്റ് വാസ് എ ഗുഡ് ടൈം ഫോർ അസ് ആസ് വെൽ ആസ് ഫോർ ഹർ ടു സീ എങ്ങനെയാണ് പുള്ളി എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ഇന്ന വേ അവളെ തന്നെ കാണിച്ചു കൊടുക്കുക. ഇതാ എന്റെ പിയർ ഗ്രൂപ്പ്, ഇതാ എന്റെ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ഫെയ്ത്ത്, ഇങ്ങനെയാണ് ഞാൻ ഇത്ര നാള് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം പുള്ളീനെ പരിചയപ്പെടുത്തുമ്പോഴും ഇത് എളുപ്പമാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പുള്ളി ഓൾ ഓഫ് എ സഡൻ അവളുടെ ഒരു പിയർ ഗ്രൂപ്പിൽ കയറി ചെല്ലും ഹി എന്നൊക്കെ പറഞ്ഞ് നിൽക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേനും കരോളൊക്കെ വെച്ച് പാടി കളിച്ചൊക്കെ കഴിഞ്ഞപ്പം ആളും ഞങ്ങളും നല്ല രസമായിട്ടൊക്കെ കളിച്ചൊക്കെ തിരിച്ചു പോയി. ഞാൻ അവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു. ദേ ആർ എക്സ്പെക്ടിങ് ദെയർ സെക്കൻഡ് ചൈൽഡ്. ഓക്കെ, പുറത്താണ്. ഓക്കെ, അപ്പൊ ഞാൻ അതൊക്കെ ഓർത്ത്. അപ്പം അതില് ശരിക്കും പറഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെയും അതായത് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ. അപ്പം ആദ്യം അവർ ഇനീഷ്യലി കാണുമ്പോൾ ഫാമിലിയാണ് കാണുന്നതെങ്കിൽ ആ ഒരു മീറ്റിംഗിൽ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ നിനക്ക് പറ്റുന്ന ആളാട്ടോ, ഓക്കെ ഗുഡ്, ലൈക്ക് നമുക്കും പറ്റുമല്ലോ, കാരണം നമുക്ക് അവളുടെ വീട്ടിൽ പോയി ബിരിയാണി ഒക്കെ കഴിക്കണമല്ലോ. നമുക്കിങ്ങനെ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ച് ഫോറെവർ അല്ലേ, ചിലരൊക്കെ അങ്ങനെയല്ലേ, അങ്ങനെ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണം കഴിഞ്ഞ് പിന്നെ ആട് പോയടുത്ത് കൂടെയില്ല എന്ന് പറയുന്ന ഒരവസ്ഥേന്റെ ഒക്കെ അപ്പുറത്തേക്ക് നമുക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റുന്ന വൈബുള്ള ചേട്ടനാണെങ്കിൽ നമുക്ക് വലിയ ആശ്വാസമാണല്ലോ, ഒരു വൈബ്. അതെ അതെ. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നല്ലത്. ഈ പറഞ്ഞ പോലെ അതൊരു പബ്ലിക് സ്പേസ് ആണ്. ദേ കനോട്ട് ഡു എനിത്തിങ്. ഒരു തെറ്റിലേക്ക് പോവാൻ, ഇന്റൻഷൻ മാറിപ്പോവാനൊന്നുള്ള ഒരു സാധ്യത അവിടെ തീർച്ചയായിട്ടും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ് ഹൗ ഫാർ ഇസ് ടു ഫാർ. ലൈക്ക് ഇപ്പൊ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഇപ്പം തോന്നുവാണ് അലീനയ്ക്ക് പുള്ളി വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആൻഡ് കല്യാണം ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ അവിടെ നമുക്കൊരു വീട്ടുകാർ തമ്മിലുള്ള ഒരു ഉറപ്പ് വന്നപ്പോ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇവൾ എന്റെ ആണ് അല്ലെങ്കിൽ ഇവൻ എന്റെ ആണെന്നുള്ളൊരു ചിന്ത അപ്പോഴേ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഓക്കെ, സോ അറ്റ് ദാറ്റ് ടൈം ഹൗ ഫാർ ഇസ് ടു ഫാർ എന്നുള്ള ചോദ്യമൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് അത് എന്താ തോന്നുന്നത്? അതായത് ഇപ്പൊ കുറെ പേര് ചോദിക്കുക എത്ര വരെ നമുക്ക് കെട്ടിപ്പിടിക്കാവോ, അല്ലെങ്കിൽ ഇത്രയും ചെയ്യാവോ. കാരണം നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ കാണുന്ന മക്കളുടെ അടുത്ത് മിണ്ടിക്കഴിയുമ്പം ഇറ്റ് ഈസ് വെരി ഹാർഡ്. എന്താ പറയുക, നമുക്കിത് കേൾക്കുമ്പം ആദ്യമൊക്കെ ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഓർക്കും ഒരു കൊച്ചു വന്നിട്ട് അവളുടെ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറയാണ് സിസ്റ്റർ ഇത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് കേട്ടിട്ടുണ്ടാവില്ല അല്ലേന്ന്. ഇറ്റ് ഈസ് ലൈക്ക് ഇവിടെ അവിടെ കുറെ അൽക്കുലത്ത് കഥകളും. അപ്പോ ഞാൻ ഓർക്കായിരുന്നു അതിലും അതല്ലാത്തതും കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കേട്ട് നമുക്ക് അത്യാവശ്യം ഇപ്പം ഒരു മനക്കെട്ടിയൊക്കെ ആയി. പക്ഷെ ഞാൻ ആലോചിക്കായിരുന്നു അവരൊരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇതിൽ എത്തിയിട്ടില്ല. മേ ബി നല്ല റിലേഷൻസ് ഉണ്ട് ഇല്ലേ, കോളേജിൽ ഒരുമിച്ച് പഠിച്ചു, അത് കഴിഞ്ഞ് രണ്ടുപേരും വിചാരിക്കുന്നു ജോലിയിലൊക്കെ നന്നായിട്ട് എൻ്റർ ചെയ്തിട്ട് ഓക്കെ രണ്ട് വീട്ടുകാരെ സമ്മതത്തോടെ കെട്ടുന്നു. ഞാൻ അതിനൊന്നും മോശം പറയല്ല. പക്ഷെ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വരുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ ഒരു മൊമെന്റ് വരുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം നമ്മുടെ പിയർ ഗ്രൂപ്പ് ഒക്കെ ആണെങ്കിൽ ഇപ്പം ദേ വിൽ സപ്പോർട്ട് ദാറ്റ് ലൈക്ക് എനിത്തിങ്. അവരൊറ്റയ്ക്ക് നടന്നോട്ടെ അല്ലെങ്കിൽ അവരൊറ്റയ്ക്ക് പൊക്കോട്ടെ, അവരൊറ്റയ്ക്ക് വിടുന്നു. അതായത് കാരണം ഈ ഒരു സെക്ഷൽ എലമെന്റ് ഇല്ലാതെ ഡേറ്റിംഗ് ഒരിക്കലും കംപ്ലീറ്റ് ആവില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് കിട്ടുന്നില്ല. എനിക്ക് എന്തോ ടെസ്റ്റ് പോലെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണല്ലോ. അല്ലെങ്കിൽ ചിലർക്ക് തോന്നുന്നു ലിവ് ഇൻ ചെയ്ത് നോക്കിയാലോ, ഒരു ട്രയൽ റൗണ്ട്. കഴിഞ്ഞ ദിവസം എപ്പോഴും എസ്തർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ. അതെനിക്ക് കൂടെ അല്ല എനിക്ക് പറഞ്ഞു കൊടുക്കാലോ. അത് എന്നോടൊരു ചേച്ചി പറഞ്ഞതായിരുന്നു. മീൻസ് ഡേറ്റിംഗിലേക്ക് കടക്കുമ്പോ മീൻസ് ആക്ച്വലി ഒരു മെച്യൂർഡ് ആയ സമയത്തെ ഡേറ്റിംഗ് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. കാരണം ഒരു കാത്തലിക് ക്രിസ്ത്യൻ വ്യൂവില് നമ്മൾ കല്യാണം എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ, മാരേജ് എന്നൊരു ഇന്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഡേറ്റിങ്ങിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ആൻഡ് ഇഫ് ഐ എം സീരിയസ് അബൌട്ട് ഗെറ്റിംഗ് മാരീഡ് ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് ടു ഡേറ്റ് എ ഗായ്, വീട്ടുകാരെല്ലാരും അറിയുന്നൊരു സമയത്തായിരിക്കില്ല എനിവേ ഇത് തുടങ്ങുക. സോ അതിൽ കുറച്ച് നെഗോഷ്യബിൾസും നോൺ നെഗോഷ്യബിൾസും വേണം എന്നാണ് ആ ചേച്ചി പറഞ്ഞത്. നെഗോഷ്യബിൾസ് ഇസ് ലൈക്ക് അതായത് ഞാനിപ്പം ഒരു സീരിയസ്ലി കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. അപ്പൊ അതില് ഞാനിപ്പോ ചിന്തിക്കുമ്പം ഇന്ന കാര്യങ്ങള് അത് തന്നെ മീറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കുറച്ച് കോൺസ്റ്റൻസും കുറച്ച് വേരിയബിൾസും. കുറച്ച് വേരിയബിൾസ് എനിക്ക് ഓക്കെ മാനേജ് ചെയ്ത് പോവാം. ചില കാര്യങ്ങൾ ഞാൻ അതിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് ആ ചേച്ചി ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച. മീൻസ് അത് നമ്മൾ പേഴ്സണലി നോൺ നെഗോഷ്യബിൾ ആയിട്ട് തന്നെ പിടിക്കണം എന്നാണ് ചേച്ചി. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഒരു നല്ല ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുന്നു. നമ്മളുടെ ഒരു പേഴ്സണൽ ലൈഫിന്റെ കൺവിക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള കേൾക്കാൻ കൊതിയാവുന്നു എന്തൊക്കെയാണ് നോൺ നെഗോഷ്യബിൾ തിങ്സ്.